ഇപ്പോൾ പാരൻസും അങ്ങനെ നമ്മളൊരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ കം ഔട്ട് ചെയ്തു, പുറത്ത് വന്ന് എല്ലാം തനിയെ ഫോൾട്ടുകളുണ്ടാവും, ശരിയുണ്ട്, ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നതിൻ്റെ ആ ഒരു ഓക്കെ ഇപ്പം ഇത് ചെയ്താലാണ് റൈറ്റ് ആവുക എന്നൊക്കെ ഉള്ളൊരു സംഗതി മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ കുറച്ച് തിരിച്ചറിവുകളൂടെ തിരിച്ചറിവും നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട് എന്നുള്ളത്. ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ഒരു വിവാഹം എന്നുള്ള രീതിയിലേക്ക് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോഴോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ തുടക്കത്തിലുള്ള ഒരു പുതുമയൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്നുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞ സമയത്ത് കമൻറ്റ് ബോക്സിലാണെങ്കിലും പൊതു അഭിപ്രായങ്ങൾ ഭയങ്കരമായിട്ട് ഇത് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് പോവും, എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങളുടെ ഈ ഒരു പ്രായം കഴിഞ്ഞതൊക്കെ മാറും എന്നുള്ളത് തന്നെയാണ്, അല്ലേ? ചോരത്തളുപ്പ്. എക്സാക്ട്ലി. ഇപ്പോൾ നിങ്ങളുടെ ഈ ചോരത്തളുപ്പും തുടുതുടുപ്പൊക്കെ കഴിഞ്ഞ് വരെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളെങ്ങനെ ഇതിനെ നോക്കിയാണ് ശരിക്കും ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള കമൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും? ഇപ്പം നമുക്ക് അങ്ങനെ എന്താ പറയുക, ഒരു മടുപ്പ് തോന്നുകയാണെങ്കിലും അത് വേറെ ഒരു ഇൻഫാക്ച്വേഷൻ കൈൻഡ് ഓഫ് തിങ് ആണെങ്കിലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കമൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മളത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ഒരു സ്ട്രഗിളിലൂടെ വരുന്നത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ആൻ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ അതൊരു ചോരത്തളപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു ഇതാണെങ്കിൽ നമ്മൾ കുറേ ലോസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഉമ്മാൻ്റെ ഫുഡ് ആണെങ്കിലും എല്ലാതും നമ്മൾ ത്യജിച്ച് വന്ന് നിൽക്കുന്ന ഒരു ഇതാണ്. മിസ് ചെയ്യുന്നുണ്ടോ? ഫുഡ് മിസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. ശരിക്കും നമ്മൾ ഈ പ്രണയവിവാഹങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ പിൻട്രകാസ്റ്റോ എന്താണെങ്കിലും വീടുകളിൽ ഓക്കെ അല്ലാത്തൊരു വിവാഹത്തിലോട്ട് വരുന്ന സമയത്ത് പറയും കുറച്ച് കഴിയുമ്പോൾ ഇത് ഓക്കെ അവിടെ സംസാരിച്ച് റെഡിയാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതിനെ മുൻകൈ എടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഓക്കെ ആക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ പാരൻസ് ഫാമിലി ഇത് ഉൾക്കൊണ്ട് ഒരു തിരിച്ചു വിളിക്കൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാലോ, പക്ഷെ അത് നടക്കൂല ഒരിക്കലും. അത് അതെ, അങ്ങനെ തിരിച്ചു വിളിച്ചാൽ തിരികെ പോകും. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾ ഒരു വട്ടം ഞങ്ങളെ പാരൻസിനെ പറഞ്ഞാണെങ്കിലും മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ എന്താണ് ഞങ്ങളെ പറ്റിയാണെങ്കിലും മീഡിയക്കൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞെങ്ങാനും മനസ്സിലാക്കിയിട്ട് ഓക്കെ ഫൈൻ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ഇതിൽ ട്രൈ ചെയ്തതാണ്. പക്ഷേ അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ബിട്രയലാണ്. അപ്പം ഞങ്ങളെ തട്ടിക്കൊണ്ടുപോവുക, വേർപിരിക്കാൻ നോക്കുക. സോ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ പുരുഷനോട് ഇഷ്ടം തോന്നാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് അല്ലാതെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒരു കാരണമില്ല. അതായത് ഇഷ്ടം എന്നുള്ള തോന്നാതിരിക്കാൻ അതല്ലാതെ അപ്പുറത്തേക്ക് വെറുപ്പുളവാക്കുന്ന എന്തെങ്കിലും സന്ദർഭം ഇല്ല, ഒരിക്കലും ഇല്ല. സി നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ അല്ല, ഞങ്ങൾ ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആണുങ്ങളോടൊരു വെറുപ്പുള്ളത് കൊണ്ടല്ല, അതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ എന്താവാത്തത് ഒരു മെയിൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു സിസ് ജെൻഡർ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരാളോട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ആണുങ്ങളോട് എന്തെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടാണോ നിങ്ങൾ ആണുങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവാത്ത അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവാത്ത എന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ ടു ബി ഫ്രാങ്ക്, അല്ലേ? ഇപ്പോൾ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളോട് നമ്മൾ തിരിച്ച് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദേ വിൽ ഓൾസോ നോട്ട് ഹാവ് എനി ആൻസർ. അതുപോലെ തന്നെയാണ് നമ്മളതും. നമുക്ക് അവരോട് വെറുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. ദിസ് ഈസ് ഹൗ വി ആർ. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നല്ല, ശരിക്കും അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ട്രോമ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു സമയം ഉണ്ടായിരിക്കുമല്ലോ, ഈ ഇഷ്ടം പരസ്പരം നൂറ അതിൽ തമ്മിൽ ഉണ്ടെന്നുള്ളത്. ഇതാണ് പ്രണയമാണ് അല്ലെങ്കിൽ ഇത് മറ്റൊന്നുമല്ല അല്ലെങ്കിൽ മറ്റൊന്നിനോട് ഉപമിക്കാനാവില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നത് റിയലൈസ് ചെയ്തൊരു മൊമെന്റ് എപ്പോഴായിരുന്നു ശരിക്കും? സ്കൂൾ പ്രണയം ആണ് എന്നുള്ളതല്ലേ സ്കൂൾ ടൈമിൽ ഉണ്ട്. ഇത് നിന്ന് ഇപ്പോൾ ഇന്ന ഇഷ്ടം ഇതാണ്. ഇപ്പോൾ നമുക്ക് പല രീതിയിലേക്കും തോന്നാം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് ഇഷ്ടം തോന്നുന്നു ബൈസെക്ഷൽ ആവാം, പിന്നെ അവിടെ നിന്ന് എന്താണെന്ന് റിയലൈസ് ചെയ്യുന്നിടത്താണ് അത് അല്ല ലെസ്ബിയൻ ആണെന്നുള്ള സാധനം. ശരിക്കും ഇത് എവിടെ ഈ തിരിച്ചറിവ് സംഭവിക്കുന്നത് ശരിക്കും എപ്പോഴായിരുന്നു? ശരിക്കും അത് നമ്മൾ റിലേഷൻഷിപ്പിൽ ആ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ സ്കൂൾ ടൈമിൽ തന്നെയായിരുന്നു. ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആയി. സോ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളോ എന്നുള്ള രീതിയിലേക്ക് വരുമോ? സോ അങ്ങനെ ലെസ്ബിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ചോദിക്കണം എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ലൈഫ് ഇല്ല, പക്ഷെ അത് കുറച്ച് പേര് ചോദിക്കുന്നത് കാണാം. അതാ ചോദിച്ചു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ടോ? അങ്ങനെയുള്ളത് ഒരു സെയിം സെക്സ് കപ്പിളിന്റെ അടുത്ത് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇല്ല,
പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഇനി നാളെ മാറിക്കൂടെ, അതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അയാൾ തന്നെയായിരിക്കും എനിക്ക്. ഇപ്പം അതിനേലും ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാലും എനിക്ക് ആ ഒരു ഭംഗി തോന്നില്ല. ഇപ്പോൾ തോന്നുകയാണെങ്കിൽ എന്തേ നോക്ക് നല്ല ഭംഗി, അങ്ങനെ ഷെയർ ചെയ്യാൻ പാകത്തിനുള്ളൊരു ഇതേ ഉള്ളൂ. കുറച്ച് ലോയലാണ്. കുറച്ചല്ലാട്ടാ, നല്ല ലോയലാ. അത് ഞാനും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് ഇഫ് ഐ ആം കമ്മിറ്റഡ് ടു എ പേഴ്സൺ, എനിക്ക് എന്താ പറയുക, എനിക്ക് ആ ലോയാലിറ്റി കീപ്പ് ചെയ്യണം. ഇതാണ് എന്നുള്ളത് ശരിക്കും ഉറപ്പുവരുത്താൻ നിങ്ങൾ ശരിക്കും ഈ അല്ലെങ്കിൽ LGBT അല്ലെങ്കിൽ lesbian ഇത്തരം ടേസ്റ്റുകളാണെന്നുള്ളത് സ്വയമേ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ശരിക്കും എന്താ അപ്പോൾ എങ്ങനെയാണത്? നമുക്ക് ഓൾറെഡി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അതറിയായിരുന്നു. അപ്പോൾ ഇതും കേട്ടുകേൾവി ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുമല്ലോ ഓരോ വാക്കുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഇഷ്ടാവുന്നത്, അത് നമ്മൾ ഇഷ്ടത്തിലായി. പിന്നെ ഓരോ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ആ ഒരു പൊസസീവ്നെസ് ഒക്കെ ബിൽഡ് ആവാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ സ്കൂൾ ടൈമിലാണെങ്കിലും ഒരു 15 മിനിറ്റത്തെ ലഞ്ച് ബ്രേക്കേ ഉള്ളൂ സൗദിയിലൊക്കെ. രാവിലെ ക്ലാസ് തുടങ്ങുന്നത്, ഉച്ചക്ക് വിടും. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനെ ബിൽഡായി. നോക്കുമ്പോൾ കുറച്ച് സാധാ ഫ്രണ്ട്സിനേലും കുറച്ചും കൂടെ ഒരു എന്താ പറയുക, എന്തോ ഒരു സാധനം ഉണ്ട് നമ്മൾക്ക്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചേഞ്ച് ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ വരുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുന്നു, കിസ് ചെയ്യാൻ തോന്നുന്നു, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് തോന്നലുണ്ട്. സോ പിന്നെ ഗ്രാജുവലി മനസ്സിലായി ഇഷ്ടമാണ്. അങ്ങനെ തന്നെയല്ലേ എല്ലാ ഇഷ്ടം മനസ്സിലാകുന്നത്. സോ അതിനുള്ള പോസിബിലിറ്റി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ബൈസെക്ഷൽ ആവോ, അത്തരത്തിലുള്ള ഇഷ്ടം പിന്നീട് തോന്നുമോ, അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടോ ശരിക്കും? ഉള്ള ഇഷ്ടത്തിൽ കോൺഫിഡന്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇത്. ഓക്കെ, ഇല്ലേ? റിയലൈസ് ചെയ്തിട്ടില്ല. അല്ല ചോദിച്ചതാ, അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെ ഉണ്ടോ റോഹൻ? പറയൂ. ചോദിച്ചു, കേട്ടില്ല, ചോദ്യം കേട്ടില്ല. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരാളോട് ഇഷ്ടമുണ്ട്, അപ്പൊ നമുക്ക് അയ്യോ നാളെ ഇനി ആരോട് അങ്ങനെ അതല്ല, അതിൽ ചോദിച്ചല്ലോ, ഞാനത് റിയലൈസ് ചെയ്തിട്ടില്ല. ഞാൻ ബൈസെക്ഷൽ ആണോ ലെസ്ബിയൻ ആണോ എന്നുള്ള സാധനം, അതുകൊണ്ടാണ്. ലെസ്ബിയൻ ആണ്, അതെനിക്കറിയാം. ബട്ട് നമ്മള് ബൈസെക്ഷൽ ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയൂല, റിയലൈസ് ചെയ്തിട്ടില്ല. അതാണ് സോ എപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ അത് തന്നെയായിരിക്കും. ഐ മീൻ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഐ മീൻ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ സെക്ഷൽ ലൈഫിൽ എങ്ങനെ അത് സാറ്റിസ്ഫൈഡ് ആവുന്നു അല്ലെങ്കിൽ അതാവണം എന്നുള്ളത് ഭയങ്കരമായിട്ട് എന്നുള്ള ചോദ്യത്തിലേക്ക് മെയിൻ കാരണങ്ങളിൽ പോകുന്നത് നിങ്ങൾ ആരും ഡോമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതിലൊരു ആൺ പെൺ ഉണ്ടോ അങ്ങനെയൊക്കെ എന്നുള്ളത് ചോദ്യങ്ങൾ തന്നെ ഉത്ഭവിക്കുന്ന എവിടെ. അതെ, സോ ശരിക്കും അത്തരത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും അങ്ങനെ ഒന്നുണ്ടോ? ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മളിത് വന്നപ്പോ തമാശക്ക് ആ ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് വീഡിയോയില് കണ്ടിട്ടുണ്ട് വൈഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, നൂറയുടെ വീഡിയോ ഒക്കെ ഇടും. അപ്പൊ ശരിക്കും വൈഫൈ വിളിക്കോ? അങ്ങനെ വിളിക്കല്ല, പക്ഷെ നമ്മള് ക്യാപ്ഷൻ ഒക്കെ വെറുതെ അങ്ങനെ ആക്കാൻ വേണ്ടിട്ട് ചേട്ടാ ഞാൻ നിന്റെ ഭാര്യയല്ലേ ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ആ ഒരു കളി. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഈ ചോദ്യം വരുന്നത് സെക്സ് റിലേറ്റഡാ. സെക്സ് ഒക്കെ ഇപ്പൊ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കൂലേ, എങ്ങനെ ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ. ബെഡ്റൂം തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ ശരിക്കും അങ്ങനെ ചെയ്തു നോക്കാറുണ്ട്. ഇപ്പൊ ഇവൻ പറയുമ്പോൾ പോലും തന്നെ ഞങ്ങളൊരു അല്ലെങ്കിൽ നീ അങ്ങനെ ആയി നോക്കി നോക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ആക്കി നോക്കി നോക്ക്, ശരിക്കും അങ്ങനെയൊക്കെ ചെയ്തു നോക്കുമോ ശരിക്കും ഒരുമിച്ച്? ഇല്ല ഇല്ല നമ്മൾ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു തമാശക്ക് അങ്ങനെ സംസാരിച്ചു വിടുന്നല്ലാതെ. പിന്നെ ഡോമിനന്റ് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഡോമിനന്റ് സബ്മിസീവ് അതൊന്നും ഇല്ല, അതൊന്നും ഒത്തുപോകും. എല്ലാ രീതിയിലും പാർട്ണർഷിപ്പ് ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈക്വൽ അല്ല. ചിലപ്പോൾ അവള് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഞാൻ കുറവായിരിക്കും, ചിലപ്പോൾ ഞാൻ. ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റുവേഷൻ. ഓക്കെ, എപ്പോഴും ശരിക്കും ഒരുമിച്ചുള്ള ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നത് തോന്നിയിട്ടുണ്ട്? അപ്പോൾ ഒരുമിച്ചൊരു ഫാമിലി പോകണു, കുറച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിലേക്ക് എല്ലാ രീതിയിലേക്കും ഫാമിലി കുട്ടികൾ വേണം, അത്തരം ചിന്തകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടോ? ഐ മീൻ ഉണ്ട്. സോ അത് ഡ്രീംസ് ഉണ്ട്. എന്താ ശരിക്കും ഡ്രീം? ആ കാര്യം ആക്ച്വലി എന്റെ ഒരു കാര്യം പറയണേ, അതിൽ ഞങ്ങൾ ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തോണ്ടിരിക്കും. ആണല്ലോ, നമുക്ക് ഇപ്പോൾ ചർച്ചയ്ക്കാൻ പറയും. എനിക്ക് ഡ്രീംസ് എന്ന് പറയുന്നത് എനിക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇഷ്ടമല്ല. അതിലോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ചില കാര്യങ്ങൾ ചിലത് ഇങ്ങനെ അച്ചീവ് ചെയ്തതിനു ശേഷം പറയാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞോളൂ, ഇതിനുള്ള അവസരമുള്ള സമയമാണ്. എന്തോ ഞാൻ കാര്യമായിട്ട് ഭയങ്കര പറഞ്ഞു വന്നപ്പോൾ ഞാനത് ഇപ്പൊ റിവീൽ ചെയ്യാം. പറയാൻ കുട്ടിന്റെ കാര്യം ചോദിച്ചില്ലേ, അത് ഞങ്ങക്ക് നോട്ട് നൗ ഇപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ല. കുറേ ഇതായിട്ട് നമ്മളൊരാളെ എടുക്കുകയാണെങ്കിലും കൊണ്ടുവരാണെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. പിന്നെ നമ്മൾ അതിനൊത്ത് കുറച്ച് പക്വത തന്നെയല്ലോ. പക്വതയ്ക്ക് ഇഷ്ടംപോലെ ആയല്ലോ അല്ലേ? പക്വത ലേശം കൂടിയ ഇതെല്ലാം കാണിക്കേണ്ടതാണോ?